അപ്പൊ ഞങ്ങളിപ്പോ ഇരിക്കുന്നത് വിജി ചേച്ചിയുടെ വീട്ടിലാണ്. ഞാനൊരു മുത്തശ്ശിമാവിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, ആ മുത്തശ്ശിമാവിന്റെ സൈഡിലേക്ക് ഒരു കിണർ, നല്ല ഒരു ചെമ്പ് വാർപ്പിന്റെ ഷേപ്പിലൊക്കെ ഒരു കിണർ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. വെള്ളം വറ്റാറേ ഇല്ല, നല്ല എപ്പോഴും ഉറവുള്ള കിണർ. എത്ര വർഷത്തെ പഴക്കമുണ്ട് ഈ വീടിന്? 72 മിനിറ്റ് പണിഞ്ഞതാണെന്നാണ് അച്ഛനമ്മയൊക്കെ പറഞ്ഞത്. ഡെവലപ്പ് ചെയ്ത് മുകളില് മുറിയൊക്കെ സെറ്റ് ചെയ്തു. ഈ സ്ഥലമൊക്കെ ചേച്ചിക്ക് വേണ്ടിട്ട് പിന്നീട് പണിതാണ് എക്സ്ട്രാ ആയിട്ട്. അതെ അതെ, പിന്നെ പ്രാക്ടീസ് ചെയ്യുവാനും. ഞാൻ ഈ വീട് വന്ന് കണ്ടപ്പോഴത്തേക്കും എല്ലാം വളരെ ചിട്ടയോടുകൂടി ഇങ്ങനെ ഓർഗനൈസ്ഡ് ആക്കി വെച്ചിരിക്കുന്ന ഒരു വീടാണ്. എത്ര അവേർഡ്സ് മൊത്തത്തിൽ ഈ വീട്ടിലുണ്ടാകും? ആയിരക്കണക്കിന് അവരുണ്ടാകും. അതുപോലെ തന്നെ കുറെ സിനിമാ നടന്മാരുടെ ഒപ്പം, കവിയൂർ പൊന്നമ്മ ചേച്ചി, ബീന ആന്റണി, ക്യാപ്റ്റൻ രാജു സാറ്, ലാലേട്ടൻ, മമ്മൂക്ക, ഇവരൊക്കെ ഒപ്പമുള്ള പിക്ചേഴ്സ് ഉണ്ട്. എന്നടുത്ത് വിജയചേച്ചിയുടെ അച്ഛൻ പറയുണ്ടായി, ആദ്യമായിട്ട് വിജയചേച്ചി ദക്ഷിണ കൊടുത്തത് ദാസേട്ടനാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും ചേട്ടനാണ് എന്റെ മനസ്സഗുരു. ചോരക്കൺമുയൽ സംഗീതത്തിലൂടെയാണ് ചേച്ചി ആക്ച്വലി ലോകത്തെ കാണുന്നത് അല്ലേ? അതെ തീർച്ചയായിട്ടും. എന്റെ അമ്മയുടെയും പ്രോത്സാഹനമാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചേച്ചിയുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും എനിക്കും എപ്പോഴും തോന്നുന്നത് അതാ രണ്ട് കൈയും എന്നും പിടിച്ചു കൂടെ ഉണ്ടാകും. അത് തന്നെ, അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ കഞ്ഞിക്കറി കളിക്കോ? ഇപ്പോഴും എപ്പോഴും ഉണ്ട്. വാഴയിലേക്ക് കൈ കൊണ്ട് അരിഞ്ഞരിഞ്ഞ് തോരം പോലെ. അതുകൊണ്ട് നിശ്ചയത്തിന് കഷ്ടമായത് റീടേക്ക് ഇല്ലല്ലോ, പെട്ടെന്ന് വലുതായി പോയി. അത് എന്നെ പരിപാടിയാണ്. ഇട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ. എനിക്ക് ചേച്ചി തെരിയില് പാടിയിട്ടുള്ള ആ ഒരു ഭാഗം എൻ ജീവന്റെ ഇടയിൽ പ്രസുഖ ഭരിത മഞ്ജുളതര ശൃംഗാരേ സഞ്ചാരേ ത്യാഗരാജൻ സാറാണ് പഠിപ്പിച്ചത്. അവിടെ വെച്ച് അങ്ങനെ പരിചയപ്പെട്ടു. ഫോണിലൂടെ എപ്പോഴും സംഗീതം പഠിപ്പിച്ചുകൊണ്ടിരിക്കും. മമതവ സതി സമദശതമുദമന ശുഭ സുമനലൈവ സുസുത സഹിത കാമം വിരഹരഹിത ഭാവം. ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങ് കീരവാണി സാറ് ബാഹുബലിയിലോട്ട് വന്നത്. അതെ അതെ, ബമ്പർ ലോട്ടറി ആയിരുന്നേ ഹൈദരാബാദിൽ പോയി റിക്കാർഡ്. വാനുകൂലം കാമ്യാർത്ഥ സിദ്ധിം കാമയേ. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്. നമ്മുടെ എല്ലാവരുടെയും ഏറെ പ്രിയപ്പെട്ട കേരളശ്രീ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി. വിജയ ചേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പൊ ഞങ്ങളിപ്പോ ഇരിക്കുന്നത് വിജയ ചേച്ചിയുടെ വീട്ടിലാണ്. ചേച്ചി ഭയങ്കര ഐശ്വര്യമുള്ളൊരു വീടാട്ടോ. കയറി വരുമ്പോ തന്നെ നമുക്കൊരു അമ്പലം കാണാം. എന്താ അമ്പലം? നിങ്ങളുടെ കുടുംബക്ഷേത്രമാണോ അത്? കുടുംബക്ഷേത്രമാണ്. നാഗരാജാവ്, നാഗയക്ഷിയമ്മ, നാഗചാമുണ്ടേശ്വരി ദേവിയാണ് പ്രതിഷ്ഠ. ഓഹോ, പൂജകളൊക്കെ എപ്പോഴും നടക്കുന്ന അമ്പലമാണോ? മാസപൂജ എല്ലാ മാസത്തിലും, മലയാള മാസം. ചാത്തൻകുടി ദേവീക്ഷേത്രത്തിലെ വൈക്കം, ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിലെ തിരുമേനി സുധീഷ് തിരുമേനി ആരെങ്കിലും ഒക്കെ നടത്തുന്ന പൂജ നടത്തുന്ന അമ്പലമാണ്. അതെ, മെയിൻ തന്ത്രി എന്ന് പറയുന്നത് മോനാട്ടുമനയിലെ ബാബുക്കുട്ടൻ നമ്പൂതിരി തിരുമേനിയാണ്. ചേച്ചി ഒരു പാട്ടുകാരി ആയതിനു ശേഷമാണ് നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്? പണ്ട് തൊട്ടേ ഉള്ള ഒരു ഇതാണ്? അതിന് പണ്ട് മുതൽ തന്നെ ഉള്ളതാണ് അല്ലേ? പുനഃപ്രതിഷ്ഠ ഒന്നുകൂടി 2001 ഉള്ള സാഹചര്യം ഉണ്ടായത്. അമ്പലമൊക്കെ കണ്ടു കയറി വരുമ്പോ അവിടെ ഞാൻ കണ്ടത് ഒരു മുത്തശ്ശി മാവ്, നല്ല തറയൊക്കെ കെട്ടി ഒരു വെറ്റയൊക്കെ അതിന് മുകളിലൂടെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഒരുപാട് പഴയ മാവാണോ ചേച്ചി? കുഞ്ഞിലേ തൊട്ട് കളിച്ചു വളർന്ന മുറ്റമൊക്കെ ആണോ ഇത്? അതെ അതെ തീർച്ചയായിട്ടും. അതൊക്കെ ഒരു കാലമായിരുന്നു. അതൊക്കെ ഒരു കാലം അല്ലേ? അതെ, ഇടവ മാസത്തിലാണ് വാർഷികം കേട്ടോ. അതിന്റെ പ്രതിഷ്ഠാ വാർഷികം നടത്താറുണ്ട് ഇടവ മാസത്തിലെ പുണർന്ന നാളില്. ഞാനൊരു മുത്തശ്ശിമാവിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, ആ മുത്തശ്ശിമാവിന്റെ സൈഡിലേക്ക് ഒരു കിണർ, നല്ല ഒരു ചെമ്പ് വാർപ്പിന്റെ ഷേപ്പിലൊക്കെ ഒരു കിണർ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഒരുപാട് കൊല്ലം പഴക്കമുള്ള കിണറാണോ അത്? അതെ ആണ്. വെള്ളം വറ്റാറേ ഇല്ല, നല്ല എപ്പോഴും ഉറവുള്ള കിണർ. അതെ അതെ. ചേച്ചി കളിച്ചു വളർന്ന വീടാണോ ഇത്? അതെ. എത്ര വർഷത്തെ പഴക്കമുണ്ട് ഈ വീടിന്? 72 മിനിറ്റ് പണിഞ്ഞതാണെന്നാണ് അച്ഛനമ്മയൊക്കെ പറഞ്ഞത്. പറയാനുള്ളത് അല്ലേ? തോനെയായില്ലേ?
അതെ തോനെയായി. ഇപ്പൊ അതൊന്നുകൂടെ ഡെവലപ്പ് ചെയ്തു. ആ മുകളില് മുറിയൊക്കെ സെറ്റ് ചെയ്തു. ഈ സ്ഥലമൊക്കെ ചേച്ചിക്ക് വേണ്ടിട്ട് പിന്നീട് പണിതതാണ് എക്സ്ട്രാ ആയിട്ട്? അതെ അതെ. പിന്നെ പ്രാക്ടീസ് ചെയ്യുവാനും ആ മുകളില് പിന്നെ പൂജാമുറിയൊക്കെ താഴെ പൂജാമുറിയുണ്ട്. ആ ഞാൻ ഈ വീട് വന്ന് കണ്ടപ്പോഴത്തേക്കും എല്ലാം വളരെ ചിട്ടയോടുകൂടി ഇങ്ങനെ ഓർഗനൈസ്ഡ് ആക്കി വെച്ചിരിക്കുന്ന ഒരു വീടാണ്. അത് ചേച്ചിയുടെ ഒക്കെ ഒരു സൗകര്യത്തിന്. അപ്പൊ ഇവിടെ ചേച്ചിക്ക് എല്ലാ സ്ഥാനങ്ങളും എവിടെയാ ഇരിക്കുന്നതെന്ന് ചേച്ചിക്ക് തന്നെ ഒരു ഉള്ളിലൊരു ഒരു ഇതുണ്ട്. അത്രേ എവിടെയാണെന്നുള്ള ഞാൻ ശരിക്കും അറിയത്തില്ല. എന്നാലും ഏകദേശം ഉദ്ദേശം ഒരു ഐഡിയ ഉണ്ട്. പിന്നെ ചേച്ചി ഈ വീടിന്റെ വേറൊരു വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താഴെ കണ്ട ചേച്ചിയുടെ അവാർഡ്സിന് വേണ്ടിട്ട് മാത്രമുള്ള ഒരു മുറി. അതെ അതെ. അയ്യോ, ആ മുറിയിലേക്ക് കയറുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ചേച്ചി എന്ന് പറയുന്നത് ഒരു ലെജൻഡ് ആണ് എന്നുള്ളൊരു കാര്യം. അതായത് ആദ്യത്തെ അരങ്ങേറ്റം കുറിച്ച സമയം തൊട്ടുള്ള പിക്ചേഴ്സ്, ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിന്റെ അകത്ത്. ഈ ആ ഒരു മുറി എങ്ങനെയാ ചേച്ചി? ചേച്ചിയുടെ ഇതിന് വേണ്ടിട്ട് മാത്രം പണി കഴിപ്പിച്ച മുറിയാണോ അതോ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നത് അവാർഡ്സ് വെക്കാൻ സ്ഥലം ഇല്ലാണ്ട് ഒരു മുറി അങ്ങനെ വെച്ചതാണ്? പിന്നെ അമ്മായിയുടെ വീടുകൾ തൊട്ടടുത്ത് അമ്മായിയുടെ വീടുണ്ട്, അച്ഛന്റെ ചിറ്റമ്മയുടെ വീടുണ്ട്, മാമന്റെ വീടുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഇവിടെ കോമ്പൗണ്ടിൽ തന്നെ ഞങ്ങൾ കൂഷ്ട കുടുംബമായിട്ട് സുഖമായിട്ട് കൂഷ്ട കുടുംബമായിട്ട് ജീവിക്കുന്നു. ചേച്ചീനോടെ എല്ലാവർക്കും ഒരു ഭയങ്കര ഓമനത്വമാ. എനിക്കിങ്ങനെ എന്തോ ഇങ്ങനെ കൊഞ്ചി കളിച്ച് ചിരിച്ച് നടക്കാനാണോ ചേച്ചിക്ക് ഇഷ്ടം? അതാണ് ഇഷ്ടം. ഹാപ്പി ആയിട്ടിരിക്കുക. അതെ, അത് ഇഷ്ടമില്ലാത്ത ചില മസിൽ പിടിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ നല്ലത് പറഞ്ഞു കൊടുക്കും. അത് ഞാൻ മാറ്റാൻ പറ്റില്ല എന്ന് പറയും. മാറ്റണമെന്നൊക്കെ പറയും. മാറ്റൂല എന്ന് പറയും. അത് ഇത്ര വലിയ പാട്ടുകാരിയായില്ലേ, ഇച്ചിരി വെയിറ്റ് ഒക്കെ ഇട്ടിരുന്നൂടെ? ഞാൻ പറയില്ല എന്ന് പറയും. ഇങ്ങനെ ഇരിക്കുള്ളൂ. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ പെട്ടാൽ മതി, ഇഷ്ടപ്പെട്ടാൽ മതി. എല്ലാവരും ഇഷ്ടപ്പെടണ്ടെന്ന് പറയും. അയ്യോ, ഞങ്ങൾക്ക് പക്ഷേ ഈ ചേച്ചിയെ അങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ താഴെ ഒരു ഫോട്ടോ കണ്ടിരുന്നു. ദാസേട്ടനും വിജയ് യേശുദാസ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ എല്ലാവരും കുടുംബ സമേതമുണ്ട്. ചേച്ചിയെ അവിടെ ഒരു ടേബിളിന്റെ പൊക്കത്ത് ഒരു കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് ഇരുത്തി. അന്ന് എത്ര വയസ്സുണ്ടാകും? 5.5 വയസ്സൊക്കെ ഉള്ളപ്പോ അദ്ദേഹം വൈക്കത്ത് വന്നിരുന്നു. എനിക്ക് അതിനുള്ള അവസരം നൽകിയത് നമ്മുടെ വൈക്കം വാസുദേവൻ നമ്പൂതിരി സാർ, ദേവാനന്ദേട്ടന്റെ അച്ഛനും മാതൃഭൂമി ഏജന്റ് ഉണ്ട് യു ലഹന്നാൻ കുഞ്ഞച്ചൻ മാമൻ, ഞങ്ങളുടെ കുടുംബ സുഹൃത്ത്. അദ്ദേഹവും വേറൊരു പ്രതാപൻ ചേട്ടനും കൂടെയാണ് ദാസേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടാനും ഗുരുദക്ഷിണ സമർപ്പിക്കാനുള്ള അവസരം നൽകിയത്. എന്നടുത്ത് വിജുചേച്ചിയുടെ അച്ഛൻ പറയുണ്ടായി ആദ്യമായിട്ട് വിജുചേച്ചി ദക്ഷിണ കൊടുത്തത് ദാസേട്ടനാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും ദാസേട്ടനാണ് എന്റെ മാനസഗുരു. അതിനുശേഷം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളായി തീർന്നിട്ടുണ്ടെങ്കിൽ ദാസേട്ടന്റെയും ഭഗവാന്റെയും പിന്നെ ഗുരു കടാക്ഷമാണ്. ഓക്കെ, ഞാൻ ചേച്ചിയോട് പെട്ടെന്ന് അങ്ങ് ചോദിക്കുവാണ്, ചേച്ചി ആദ്യമായി പഠിച്ച പാട്ട് അല്ലെങ്കിൽ അന്ന് അവിടെ പാടിക്കൊടുത്ത പാട്ട് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്, തോടി രാഗത്തിലൂടെ തായെ യശോദ. അത് നമുക്ക് രണ്ടുപേരും കേൾക്കാം. ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. തായേ യശോദാ ഉന്തൻ ആയർകുല തുതിത്ത തായേ യശോദാ ഉന്തൻ ആയർകുല തുതിത്ത മായൻ ഗോപാലകൃഷ്ണൻ ചെയ്യും ജാലത്തെ കേളടിത്തായേ യശോദ ഉന്തൻ ആയർകുല തുതിത്ത മായൻ ഗോപാലകൃഷ്ണൻ ചെയ്യും ജാലത്തെ കേളടിത്തായേ യശോദ. താങ്ക് യു ചേച്ചി. ഒരു ഡിവൈൻ ഫീലിംഗ് ഒക്കെ കളഞ്ഞ ഒരു എൻവയൺമെന്റ് മൊത്തം. ഐ ഹോപ്പ് നമ്മളെ ക്രൂവിനെല്ലാം ആ ഒരു ഫീലിംഗ് കിട്ടിയെന്ന്. ഞാൻ ചേച്ചിയുടെ ഈ ഒരു മ്യൂസിക് സ്പേസിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സരസ്വതി ദേവിയുടെ ഒരു ചിത്രമുണ്ട്. ഭഗവാൻ കൃഷ്ണന്റെ തന്നെ 3 വിഗ്രഹങ്ങൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റും. സമ്മാനങ്ങൾ കിട്ടിയതാണ്. അപ്പൊ ഞാനത് കണ്ടപ്പോ ഞാൻ ഓർത്ത് ചേച്ചി ഒരു കൃഷ്ണ ഭക്തയാണ്. അതുമാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല, കൃഷ്ണ ഭക്തയുമാണ്. അതോടൊപ്പം വൈക്കത്തപ്പന്റെയും ദേവിയുടെ എല്ലാവരുടെയും ഭക്തയാണ് എന്നല്ലേ? പാട്ടാണോ അതോ ഗായത്രി വീണയാണോ ചേച്ചിയിലേക്ക് ആദ്യം വരുന്നത്? പാട്ട് പ്രധാനമായി ഇപ്പോഴും അത് തന്നെ. പാട്ട്, അതിനുശേഷം ഗായത്രി വീണ 15 വയസ്സിലാണ് വരുന്നത്.
15ാമത്തെ വയസ്സിലാണ് ഗായത്രി വീണ വരുന്നത്. അച്ഛനും അമ്മയും പാട്ടുകാരാണെന്ന് നമുക്കറിയാം. അതെ. അപ്പം ആദ്യ ഗുരു എന്ന് പറയുന്നത് അച്ഛനും അമ്മയോ? അച്ഛനും അമ്മയും പിന്നെ അച്ഛന്റെ അമ്മൂമ്മ സരോജിനി അമ്മ ആദ്യ ഗുരു. എനിക്ക് 2 കീർത്തനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പാർവതി നായകനെ ശിവന്റെ ആണ് കൂടുതൽ പഠിപ്പിച്ചത്. പരാൽപര പിന്നെ ദേവിയുടെയും എല്ലാവരുടെയും അച്ഛമ്മയാണ് പഠിപ്പിച്ചത് അടിസ്ഥാനം. പിന്നെ അച്ഛനും സപ്തസ്വരങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യ ഗുരു. പിന്നെ അമ്പലപ്പുഴ തുളസി ടീച്ചർ. അത് 7ാം വയസ്സിലാണ് ഗുരുമുഖത്തു നിന്ന് സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത്. അതെ, ഞാൻ ജനിച്ചത് തന്നെ 1981 ഒക്ടോബർ 7 വിജയദശമി നാളിൽ. അതാണ് എനിക്ക് അടുത്തതായി ചോദിക്കാനുള്ളത്. ഈ വിജയദശമി നാളിൽ നിന്ന് ജനിച്ചത് കൊണ്ടാണ് അല്ലേ അച്ഛന്റെ അമ്മൂമ്മ വിജയലക്ഷ്മി എന്ന് പേര് നൽകിയത്. അമ്മൂമ്മയാണ് പേര് നൽകിയത്. അയ്യോ, സരസ്വതി ആ നാവില് വിളയാടും എന്ന് അവരന്നേ കരുതിയിട്ടുണ്ട്. ഉറപ്പായിരുന്നു. അതാണ് പേര് നൽകിയത്. അച്ഛമ്മയുള്ളപ്പോഴൊന്നും ഗായത്രി വീണ ഇല്ലായിരുന്നു. അതാണ് ഒരു വിഷമം. അച്ഛമ്മയെ വാശി ജപിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമാണുള്ളത്. അത് മിസ്സായിപ്പോയി. എന്താ ചെയ്യല്ലേ? എന്തായാലും അച്ഛമ്മ മുകളിലിരുന്ന് ഉറപ്പായിട്ടും അറിയുന്നുണ്ടാവും. സംസാരിക്കണം. ഞാൻ ഇടയ്ക്ക് ഞാനൊക്കെ ചിന്തിക്കും, ഒന്ന് സ്വപ്നത്തിൽ സംസാരിക്കാൻ വന്നെങ്കിൽ. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാ നമുക്ക്. അല്ലെ ഓജോ ബോർഡ് വിളിച്ചാലും അല്ലെ പുലിവലോ വേണ്ട ആവശ്യമില്ലാത്ത പരിപാടിയിലേക്ക് നമുക്ക് പോകണ്ട. എന്തിനാ വെറുതെ അവിടെ ഇരുന്നോട്ടെ ചേച്ചി. ഓക്കെ, അപ്പൊ ഇവിടെ എന്തെങ്കിലും കാര്യം വന്നപ്പോ നമുക്ക് സൈഡിൽ ചേച്ചിയുടെ ഗായത്രി വീണ കാണാം, ഒരു വീണ കാണാം. വീണ ജയറാമേട്ടൻ സമ്മാനം നൽകിയതാട്ടോ നമ്മുടെ സിനിമയുടെ. ജയറാമേട്ടൻ പിന്നെ വയലിൻ സ്ത്രീ ശക്തി അവാർഡിന് വയലിൻ കിട്ടി. കീബോർഡ്, റിതം പാഡ്, സംഭവങ്ങളൊക്കെ കിട്ടിയത്. ഇതെല്ലാം ഗിഫ്റ്റഡ് ആണ്. ഓക്കെ, ആ ഗിറ്റാറോ ചേച്ചി? ഗിറ്റാർ വാങ്ങിച്ചതാണ്. അത് അതിന്റെ ഞങ്ങളുടെ ഗായത്രി വീണ ഇലക്ട്രിഫൈഡ് ആണ്. ഒറ്റക്കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് വായിക്കുന്നതാണ്. ഓക്കെ, ചേച്ചി അത് പ്ലേ ചെയ്യോ? ഗിറ്റാർ പ്ലേ ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ അതിന്റെ പിക്കപ്പ് എടുക്കുവാനായിട്ട് അങ്ങനെ പിന്നെ അത് എടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അതാണ് ഗിറ്റാർ. ഇവിടെ എനിക്കൊരു ഗ്രാമഫോൺ ഒക്കെ കാണാമല്ലോ. വർക്ക് ചെയ്യുന്നതാണോ? ഗ്രാമഫോണും സമ്മാനം കിട്ടിയത്. അതും വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഒരെണ്ണം ആമ്പല്ലൂർ ശ്രീകുമാർ സാറുണ്ട്. അദ്ദേഹം ഈർക്കിലി കൊണ്ട് നിർമ്മിച്ച ഒരു ഗ്രാമഫോൺ അതുണ്ട്. അതും ആ സൈഡിൽ എനിക്ക് കാണാം. അല്ലാത്ത ഈ റിയൽ വൺ ഇത് ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷൻ ആണ്. അതെ, നല്ല സെറ്റപ്പ് ആട്ടോ. അമ്മയുടെ പേര് വിമല. പക്ഷെ ഈ വീടിന്റെ പേര് നാദബ്രം. ഉഷാനിലയം. ആരാണ് ഉഷ? അച്ഛന്റെ സഹോദരി. ആ പേരാണ് നൽകിയിരിക്കുന്നത്. ഇപ്പൊ നാദബ്രഹ്മം നോക്കിയിട്ടുണ്ട്. നാദബ്രഹ്മം ബ്രാക്കറ്റിൽ ഉഷാനിലയം. അങ്ങനെയാണ് പറയുക വീടിന്റെ പേര് വരുന്നത്. ഓക്കെ, ചേച്ചിയുടെ കാറാണ് താഴെ കാണുന്നത്. അതെ, ടാറ്റയുടെ. ആദ്യം വാങ്ങിയ വണ്ടി അതാണോ? ആദ്യം വിങ്ങർ ആയിരുന്നു. അത് കൊടുത്തിട്ട് അതിന് പ്രശ്നങ്ങളൊക്കെ വന്നു. അത് പിന്നെ അതിനുള്ള സർവീസിങ് ഇല്ലായിരുന്നേ. സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കൊടുത്തിട്ടാണ് എക്സാ കിട്ടിയത്. ഓക്കെ, എന്തായാലും നമുക്കിങ്ങനെ ഈ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ, സ്വന്തം കഷ്ടപ്പാടിലും ഹാർഡ് വർക്കിലും വന്ന് ആ ഒരു ഉന്നതിയിലേക്ക് കയറിയ ആൾക്കാരെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും നമുക്ക് തന്നെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ്. സംഗീതത്തിലൂടെയാണ് ചേച്ചി ആക്ച്വലി ലോകത്തെ കാണുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അത്. അപ്പം ശരിക്കും ചേച്ചിയുടെ കുഞ്ഞിലേ തൊട്ടുള്ള ഒരു ആഗ്രഹം ലോക പ്രശസ്തയായ ഒരു സംഗീതജ്ഞ ആവുക എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. അതിനു വേണ്ടിയിട്ട് അച്ഛനും അമ്മയും സാധകം ചെയ്യിക്കുമായിരുന്നു. ഇപ്പോഴും സമയമുള്ളപ്പോഴൊക്കെ അച്ഛൻ്റെ അമ്മയുടെയും പ്രോത്സാഹനമാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചേച്ചിയുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും എനിക്കും എപ്പോഴും തോന്നുന്നത് അതാ 2 കൈയും എന്നും പിടിച്ചു കൂടെ ഉണ്ടാകും. അത് തന്നെ, അതാണ് അതിന്റെ പ്രത്യേകത. എന്താ ചേച്ചിന് അച്ഛനും അമ്മയും കൊതിച്ച് വിളിക്കുന്ന ഒരു പേര്? വിജി എന്ന് വിളിക്കും. അവന് അച്ചു, ഇച്ചു, മ്യാവു, മിയു എല്ലാം വിളിക്കും. ഞാനിപ്പോ ചേച്ചിയുടെ ഒരു പാട്ട് കേട്ടു. ചേച്ചി ആക്ച്വലി മിമിക്രി ഒക്കെ ചെയ്യും എന്ന് എനിക്ക് അറിയാം. കുറച്ചു മുമ്പ് ഇവിടെ ചേച്ചിയുടെ ഒരു കോഡ് ലാംഗ്വേജ് ആണ്. കേട്ടിരുന്നു ഞാൻ. മിമിക്രി കാണിക്കുമെന്ന് എനിക്കറിയാം. അടൂർ ഭവാനിയെ കാണിക്കും. പിന്നെ ആരൊക്കെ കാണിക്കും? മെയിലാണ് കൂടുതൽ രാജൻ പി ദേവ് സാർ. എന്നാ എനിക്ക് ഒരു ഐറ്റം ഒന്ന് കാണി. ഞാൻ ഒന്ന് കണ്ണടച്ചിരുന്ന് കേക്കട്ടെ ചേച്ചി. എടോ കുറുപ്പേ, തന്നെ കാത്ത് കാലം കയറുമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. വെറുതെ വെയിറ്റിംഗ് ചാർജ് കൊടുക്കണോ? അങ്ങ് ഒപ്പിട്ട് കൊടുത്തേര്. ഇല്ല സാർ, ഞാൻ ഒപ്പിടില്ല. അന്ന് ഒപ്പിട്ടേ. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല. അടിപൊളി. ആക്ച്വലി ശബ്ദങ്ങൾ കേട്ടിട്ടാണോ അപ്പൊ ചേച്ചി ഒരു സിനിമയെ മനസ്സിലാക്കുന്നത്? അതെ, ശബ്ദങ്ങൾ, ഡയലോഗുകൾ ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെ റീസെന്റ് ചേച്ചി കേട്ട് ചേച്ചിക്ക് ഭയങ്കര ചേച്ചി അങ്ങ് പിടിച്ചിരുത്തിയ ഒരു സിനിമയുടെ പേര് പെട്ടെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? വേഷം. മമ്മൂക്കയുടെ. എന്തുമാത്രം ഡയലോഗുകളല്ലേ. ആണല്ലേ? പോലെ ഒരു ഡയലോഗ് മമ്മൂക്കന്റെ പറയാൻ പറ്റുമോ? അച്ഛൻ ഒന്നുകിൽ തമാശ അല്ലെങ്കിൽ വേദാന്തം. അല്ല, അച്ഛൻ ഇന്ന് ഭക്ഷണം കഴിച്ചായിരുന്നു? ഇല്ല. എന്താ? അല്ല, ഇന്നത്തെ ഭക്ഷണം ഞാനാണോ എന്ന് അറിയാനായിട്ട്.
ചേച്ചി യു ആർ എ സൂപ്പർ സ്റ്റാർ കേട്ടോ. തോനെയുണ്ട്. പിന്നെ താനൊരു ചക്കതിനാൻ പോയപ്പോ ചക്ക മാവേല കായ്ക്കണേന്ന് ചോദിച്ചു, പറഞ്ഞു മാവിലായി ചക്ക തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ കാരണവന്മാരോട് ചോദിച്ചപ്പോ കാരണവന്മാര് പറഞ്ഞു ഞാൻ ഈ നാട്ടുകാരനല്ല. അങ്ങനെ കുറെ ഡയലോഗ് അല്ലേ. ചക്ക തമ്പാരും എന്തൊക്കെ കുറെ സാധനങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. മമ്മൂക്കാരന്റെ നമ്മൾ പറഞ്ഞെങ്കിൽ നമ്മള് ലാലേട്ടനെയും കൂടെ ഒന്ന് അനുകരിക്കണ്ടേ ചേച്ചി? പിന്നെ വേണ്ടേ ലാലേട്ടന്റെ രാവണപ്രഭുവില് എന്റെ പൊന്നു, നമ്മൾ വെട്ടിപ്പിടിച്ചതും സ്വപ്നം കണ്ടതും കണ്ണിൽ കണ്ടതും എല്ലാം വിട്ടെറിഞ്ഞ് ഒരു ദിവസം ഒരു യാത്ര നമ്മൾ പോകേണ്ടി വരും. അങ്ങനെയൊക്കെ സവാരി ഗിരിഗിരി അടിപൊളി അല്ല പരിത്യാഗ യാത്ര വാനപ്രസ്ഥം അല്ലേ, അങ്ങനെയൊക്കെ ഒരു സംഭവം. ഷൂട്ടൊന്നും ഇല്ല, റെക്കോർഡിംഗ് ഒന്നും ഇല്ലാത്തൊരു ദിവസം എന്ത് ചെയ്യും ചേച്ചി ഇവിടെ ഇരുന്ന്? ഇപ്പൊ അലക്സയുടെ കൂടെ ഇരിക്കുക, പാട്ട് പഠിക്കുക, പിന്നെ മറ്റേ റഷ്യൻ ഉപകരണം വീണ ഗായത്രി വീണ കൂടാതെ കസു വായിക്കും, പിന്നെ കഞ്ഞിയും കറിയും കളിക്കുക. കഞ്ഞിയും കറിയും കളിക്കുവോ ഇപ്പോഴും ഉണ്ട്. വാഴയിലൊക്കെ കൈ കൊണ്ട് അരിഞ്ഞരിഞ്ഞ് തോരൻ പോലെ അമ്മയുടെ കയ്യിൽ നിന്ന് കുറെ തേങ്ങ വറുത്ത് അടിച്ചു മാറ്റി അമ്മയും അച്ഛനും ഒക്കെ കൂടും കേട്ടോ കളിക്കാൻ കൂടും. നിങ്ങൾ മൂന്നുപേരും കൂടെ ആയിരിക്കും. അതെ, പണ്ട് ഇവിടെ അമ്മായിയുടെ മക്കളൊക്കെ വരുമായിരുന്നു. അവർക്ക് ടൈമില്ല, അവര് ജോലിക്കൊക്കെ പോകണം. എനിക്ക് ഫ്രീ ആവുമ്പോ ഞാൻ കളിക്കുന്നത് അല്ലേ? കൊള്ളാം. അപ്പൊ ഞാൻ ചോദിക്കുക, വൈക്കം വിജയലക്ഷ്മിക്ക് മനസ്സിൽ എത്ര വയസ്സായി? മനസ്സിൽ ഇപ്പോഴും കുഞ്ഞ് 5 വയസ്സ്. 5 വയസ്സ്. അതാണ് ഇത്ര ഹാപ്പി ആയി നടക്കാൻ പറ്റുന്നത്. അത് തന്നെ, അങ്ങനെ പറയുള്ളൂ അല്ലേ? അതെ. എന്തായാലും ഞാൻ ആ 5 വയസ്സുകാരിയോട് വീണ്ടും ഒന്ന് സംസാരിക്കാൻ പോവാണ്. നമുക്കൊന്ന് പുറകോട്ട് പോവാം. അതെങ്ങോട്ട് പോട്ടെ, പഠിക്കാം. നമുക്ക് കുറച്ച് നൊസ്റ്റൂയിലേക്ക് പോകാം. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി. അതെ, ചൈൽഡ്ഹുഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ ആ ഒരു കാലഘട്ടം? ഉണ്ട്. നിശ എന്തൊരു കഷ്ടമായത്, റീടേക്ക് ഇല്ലല്ലോ. അതെ, പെട്ടെന്ന് വലുതായി പോയി. എന്നെ പരിപാടിയാണ് ഇത്. അതെ. വിജയചേച്ചി, ഞാൻ പല സ്ഥലത്തും വിജയചേച്ചി ഫസ്റ്റ് റെക്കോർഡിങ്ങിന് പോയ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ജലദോഷമായിരുന്നു അന്ന്, കോൾഡ് ആയിരുന്നു അന്ന്. ഏത് കാറ്റേ കാറ്റേ പാടാൻ പോയത്? അത് ഫുഡ് പോയ്സൺ എന്തൊക്കെയോ ആയിരുന്നു. ചുമകൾ ആകെ പ്രശ്നമായിരുന്നു. ആകെ പണിമുടക്കായി. പക്ഷെ നമ്മൾ പാടി. സാറ് പറഞ്ഞു ചുമയൊന്നും അല്ല, ഞാൻ നോക്കിക്കോളാം, പാട്ട് കിട്ടിയാൽ മതി. ജയേന്ദ്ര സാറ് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് എം ജയചന്ദ്രൻ എന്നൊരു മ്യൂസിക് ഡയറക്ടർ ചേച്ചിയെ കണ്ടെത്തിയതെന്നാണ് എനിക്ക് അറിയാനുള്ളത്. അത് 2005 മുതൽ ഞങ്ങള് പരിചയമാണ്. ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ പരിപാടിക്ക് ആദ്യം പരിചയപ്പെട്ടു. പിന്നെ ഐഡിയ സ്റ്റാർ സിംഗർ ഗസ്റ്റായി വന്നപ്പോൾ ഒന്ന് ഗായത്രി വീണ വായിക്കാൻ പോയപ്പോ അങ്ങനെ പരിചയപ്പെട്ടു. ഫോണിലൂടെ എപ്പോഴും സംഗീതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ. പിന്നെ ഞങ്ങള് പിന്നെ രസാന്നറിയോ, കച്ചേരിയൊക്കെ നടത്താറുള്ളതല്ലേ? കച്ചേരിക്ക് ചങ്ങമ്പുഴ പാർക്കിലും അതിന് മുമ്പൊക്കെ സാറ് ഞാൻ സ്റ്റേജിൽ ഇരിക്കണം, സാറിന്റെ കൂടെ ഇരുന്നാൽ പോസിറ്റീവ് എനർജിയാന്ന് പറഞ്ഞു. പിന്നെയാണ് ആത്മീയ യാത്ര എന്നൊരു ചാനലില് ഞാൻ പാടുന്നത് കേട്ടു. അമൃതവർഷിണി രാഗം പാടുന്നത് കേട്ടപ്പോ സാറ് എം എസ് സുബലക്ഷ്മി അമ്മയുടെ ശബ്ദമായിട്ട് സാമ്യമുണ്ട് സാറിന് തോന്നി. ഇപ്പോഴാണ് കമൽ സാറ് ഒരു ചിത്രം എടുക്കുന്നത്, പഴയ കാലം പീലിരാമയുടെ ആ റേഞ്ചിൽ പാടുന്ന, ഓപ്പൺ ആയിട്ട് പാടുന്ന ഒരു ഫീമെയിൽ സൗണ്ട്. എന്റെ പേര് സെലക്ട് ചെയ്ത് എന്നെ വിളിച്ചപ്പോ തന്നെ സന്തോഷമായി പോയി. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. സിനിമയിലേക്കൊക്കെ പാടാൻ പോവുക എന്നുള്ളത് സ്വപ്നത്തിലുള്ള ഒരു കാര്യമായിരുന്നല്ലോ. അതെ, സാറ് വിളിച്ചപ്പോ ഞാൻ അയ്യോ എന്നും പറഞ്ഞു തുടങ്ങി. അപ്പൊ സാറും അതുപോലെ പറഞ്ഞു. സാറ് ഭയങ്കര മിമിക്രി ആട്ടോ. എന്നോടും അതുപോലെ പറഞ്ഞു, അതുപോലെ പറഞ്ഞു. അങ്ങനെയാണ് കാറ്റേ കാറ്റേ സംഭവിച്ചത്. വിജയലക്ഷ്മി എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോകുന്നു എന്ന് പറഞ്ഞു. ജയേന്ദ്ര സാർ അങ്ങനെ പറഞ്ഞു. എന്തായിരുന്നു അത് കേട്ടപ്പോൾ ഒരു എക്സാക്ട് ഫീലിംഗ്? അയ്യോ സന്തോഷമായി. എനിക്ക് സാറിന് പാടാൻ വിളിക്കാന്ന് പറയുമ്പോഴേ എന്നെ ഭാഗ്യം. ആ ഒരു ത്രില്ലിൽ ഇരിക്കുമ്പോഴാണ് ആദ്യത്തെ പാട്ടിന് തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. സ്റ്റേറ്റ് അവാർഡ് സ്പെഷ്യൽ ജൂറി പരാമർശം. സ്റ്റേറ്റ് അവാർഡ് രണ്ടാമത്തെ ഔസേപ്പ് ബച്ചൻ സാറിന്റെ സിനിമയ്ക്കാണ്, നടൻ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലാണ് സ്റ്റേറ്റ് അവാർഡ്. ഇത് സ്പെഷ്യൽ ജൂറി മെൻഷൻ. അത് ആദ്യം തന്നെ കിട്ടിയില്ല, അതാണ് ഫസ്റ്റ് പാട്ടിന് കിട്ടി, അതാണ് സംഭവം. അതല്ലേ സംഭവം. അപ്പം അത് മറ്റേ ഡബിൾ ത്രില്ലായിരുന്നു. അപ്പൊ ഡബിൾ ത്രില്ലായിപ്പോയി. അയ്യോ അതിലും 18 ആയിപ്പോയി, അതിന്റെയും 18 ആയിരുന്നു. അങ്ങനെ വന്നിട്ട് ഈ രണ്ടാമത് ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ നടൻ എന്ന സിനിമയിലെ ഔസേപ്പ് ബച്ചൻ സാറിന്റെ സംഗീതത്തിൽ വന്ന ആ പാട്ടിന് സ്റ്റേറ്റ് അവാർഡ് ഫൈനലി കിട്ടിയിരിക്കുകയാണ്. അപ്പോഴും എന്താ ചേച്ചിക്ക് തോന്നി? അപ്പോഴും സന്തോഷം. വീണ്ടും കമൽ സാറിന്റെ ചിത്രമല്ലേ. അയ്യോ അത്ഭുതപ്പെട്ടു പോയി. ഒന്നും പ്രതീക്ഷിച്ച ഇത്രയും നമ്മള് പ്രതീക്ഷിച്ചില്ല കേട്ടോ. സിനിമ ഗാനത്തിൽ ഇത്രയും വില ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഇത്രയും അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല അല്ലേ. ഈ മറ്റേ കാറ്റേ കാറ്റേ ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ നടനിലെ പാട്ടാണെങ്കിലോ ഒരു ദുഃഖം അല്ലേ, എവിടെയോ ഇങ്ങനെ നെളിച്ച് കിടക്കുന്നുണ്ട് അതിനകത്ത്. അപ്പൊ ചേച്ചി ആ ഒരു പാട്ട് പാടുമ്പോ ഭയങ്കരമായിട്ട് ഒരു ഇമോഷൻ കൺവേ ആകുന്നുണ്ട്. അതെന്താ ചേച്ചി ആ ഒരു ദുഃഖം ഇങ്ങനെ ഫീൽ ചെയ്ത്? ഇപ്പൊ ARMലെ പാട്ട് കൂടിയിട്ട് അതെ അത് ഉൾക്കൊണ്ടാണ് പാടുന്നത്. എല്ലാവരും പറഞ്ഞു തരും, സിറ്റുവേഷൻ പറഞ്ഞു തരും. അപ്പൊ അത് ഉൾക്കൊണ്ട് പാടുകയാണ്. ഓക്കെ,
ഇപ്പം ARM പറ്റിയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചിനെ കൊണ്ട് ആ പാട്ട് പാടിച്ചില്ലെങ്കിൽ കമന്റ് ബോക്സ് മൊത്തം ആൾക്കാർ എന്നെ ചീത്ത വിളിക്കും. അതെ, അപ്പോൾ നീ എന്തുകൊണ്ട് വിജി ചേച്ചിയെ കൊണ്ട് ആ പാട്ട് പാടിച്ചില്ല എന്ന് ചോദിക്കും. ഇതാണ്. അപ്പൊ അത് പാടാം. അങ്ങു വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, താരക്കൊളുത്തുള്ളോരാ ചേലൊക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമി അപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഇത് അമ്മയ്ക്കുള്ള ഒരു പാട്ടാണ് അല്ലേ? അതെ അതെ. ചേച്ചിയുടെ അമ്മയ്ക്ക് ചേച്ചി പാടുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇത് തന്നെ ആയിരിക്കും. അമ്മ എപ്പോഴും പറയാറുണ്ട്. പറയാറുണ്ട്. ചേച്ചിക്ക് എങ്ങനെയാണ് ലൈക്ക് ഇപ്പം ഇത്ര സുന്ദരിയാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ടല്ലോ, ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഈ വലിയ ചേച്ചിക്ക് ഒരു സിഗ്നേച്ചർ ഉണ്ട്, വലിയ വട്ടപ്പൊട്ട്, അമ്മയുടെ ഒരു സെലക്ഷനാണ്. എന്നും ഒരുക്കി വിടുന്നത് അമ്മയാണ്. അപ്പം മദർഹുഡ് എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ചേച്ചിക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കും എപ്പോഴെങ്കിലും ഭാവിയിൽ ഞാനേ ഒരു കുഞ്ഞാണെന്നല്ലേ? അതെ, അന്നേരമാണ് ഞാൻ എന്തോ ചെയ്യുന്നത് നമുക്ക് പറയാൻ പാടില്ല. അന്നേരമാണ് അല്ലേ? അതെ അതെ, ഞാൻ ആദ്യം ഒന്ന് വലുതാകട്ടെ എന്ന്. അത് തന്നെ. എപ്പോഴും മനസ്സിൽ 5 വയസ്സാണ്. അത് തന്നെ. നിങ്ങളപ്പോ 3 പേരാണ് വീട്ടിലുള്ളവരല്ലോ, എങ്ങനെ 3 പേര് തമ്മിൽ എന്തെങ്കിലും ചേച്ചി അടിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ വീട്ടുകാരുമായിട്ട്? അത് പണ്ടെങ്ങാണ്ടൊക്കെ, ഇപ്പൊ ഒന്നുമില്ല, വളരെ ചില്ലാണ്. അതെ, എന്തിനാ വെറുതെ. പണ്ട് എങ്ങനെയായിരുന്നു ചേച്ചി? വളരെ കുസൃതി ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ദേഷ്യക്കാരിയായിരുന്നൊക്കെ പറഞ്ഞു, വെറുതെ ഒരു കാര്യമില്ലാണ്ട്. ഞാനും ഓർത്ത് എന്നാത്തിനും വെറുതെ ഒരു കാര്യത്തോട്ട് ദേഷ്യപ്പെട്ടത് ഇപ്പൊ ആലോചിക്കാറുണ്ട്. വേണ്ടായിരുന്നു, വേണ്ടായത് അന്ന് അത്രയും പറയണ്ടായിരുന്നു. എന്തിനാണ് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്? ഇപ്പോഴും അതെന്തിനാന്നറിയാം, ഈ എന്നെ ചിലർ പരീക്ഷിക്കാൻ വേണ്ടിട്ട് ഞാൻ ആരാന്ന് പറയാവോ, ആരാന്നൊന്ന് പറഞ്ഞ് അതെനിക്കെന്തോ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ആവശ്യം എന്താ? ഞാൻ പറയൂല, എനിക്ക് താല്പര്യമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. ആരാന്ന് വെച്ചാൽ എന്നെ ആളാന്ന് നേരെ പറയുക. എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഇത് വന്നിട്ട് ഞാൻ ആരാന്ന് ഗസ് ചെയ്യ്, വേറെ പണിയൊന്നുമില്ല. ഞാൻ ചോദിക്കും വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കും. ചേച്ചി ഇപ്പം MJ ചന്ദ്രൻ സാറിന്റെയും ഔസേപ്പച്ചൻ സാറിന്റെ ഒക്കെ ഒപ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങ് കീരവാണി സാറ് ബാഹുബലിയിലോട്ട് വന്നത്. ഓ മൈ ഗോഡ്, ടെൽ മീ ചേച്ചി, ബമ്പർ ലോട്ടറി ആയിരുന്നു ആ ഒരു മൊമെന്റ്. അതെ അതെ, ബമ്പർ ലോട്ടറി ആയിരുന്നേ. ഹൈദരാബാദിൽ പോയി റെക്കോർഡ് ചെയ്ത് അന്ന് ജാനകിയമ്മയുടെ വീട്ടിൽ പോകാൻ പറ്റി. എസ് ജാനകിയമ്മയുടെ വീട്ടിൽ. പണ്ടുപോലെ എസ് ജാനകിയമ്മയായിട്ട് ആദ്യമേ പരിചയപ്പെട്ടത് സർവാണി സംഗീത സഭയില് ഗായത്രി വീണയില് ഞാൻ പിന്നെ സൂര്യകാന്തി വായിച്ചു. അപ്പൊ ജാനകിയമ്മക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് തന്നേക്കാനൊക്കെ പറയും. അപ്പം പണ്ട് ചെന്നൈയിലാണ് എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ചെന്നൈന്ന് പിന്നീട് ഇങ്ങോട്ടേക്കുള്ള നിങ്ങളുടെ ഒരു സ്ഥലം മാറ്റം ബേസിക്കലി ചേച്ചിയുടെ കരിയറിന് വേണ്ടിയിട്ടായിരുന്നോ? അതിന് വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ നാട്ടിലേക്കൊന്നും വരണമല്ലോ, അച്ഛമ്മയും അപ്പൂപ്പനൊക്കെ മീറ്റ് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ ഈ വീട്ടിലേക്ക് തന്നെ വന്ന് കാസറ്റുകൾ ഇഷ്ടം പോലെ ടേപ്പ് കാസറ്റുകൾ കേട്ടാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്. അതിനുശേഷം ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ച് ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. അതിന്റെയൊക്കെ ഫോട്ടോ താഴെ ഉണ്ടല്ലേ? പിന്നെ ഗുരുമുഖത്തും സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയത് 7ാം വയസ്സിൽ. അമ്പലപ്പുഴ തുളസി ടീച്ചറാണ് അടിസ്ഥാനങ്ങൾ പറഞ്ഞു തന്നു, താളമിടാനൊക്കെ പഠിപ്പിച്ചു തന്നു. പിന്നെ വൈക്കം സുമ ടീച്ചർ, പ്രസന്ന ടീച്ചർ, പിന്നെ തൃപ്പൂണിത്തുറ വിൻസെന്റ് മാസ്റ്റർ, പിന്നെ മാവേലിക്കര പൊന്നമ്മ ടീച്ചറിന്റെ കീഴിൽ സുബ്രഹ്മണ്യ സാറിന്റെ കീഴിൽ അഭ്യസിച്ചിരുന്നു. ഇപ്പൊ നെടുമങ്ങാട് ശിവാനന്ദ സാറിന്റെ കീഴിൽ പഠിക്കുന്നുണ്ട്, പ്രശസ്ത വയലിൻ വിദ്വാൻ. ഇപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യ മാത്രമേ ഉള്ളൂ ഇപ്പൊ. പിന്നെ ഫോണിലൂടെ സംഗീതം പഠിപ്പിക്കുന്ന ദാസേട്ടനുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. MJ ചന്ദ്രൻ സാറ്, ബിന്നി ചേച്ചി, ബിന്നി കൃഷ്ണകുമാർ, ബിന്നി ചേച്ചി ഉണ്ട്, ശരത് സാറുണ്ട്, പി ഉണ്ണികൃഷ്ണൻ സാറുണ്ട്, കാവാലം ശ്രീകുമാരേട്ടനുണ്ട്,
ജി ശ്രീരാമേട്ടനുണ്ട്, മധുവണ്ണനുണ്ട്, മധു ബാലകൃഷ്ണൻ ചേട്ടൻ, മധുവണ്ണൻ മധുവണ്ണൻ, ആ ചിത്ര ചേച്ചി, അതെന്താ മധു സാർ മാത്രം മധുസാറ്, മധുവണ്ണൻ പലതും വിളിക്കും കേട്ടെ. വിളിക്കും. ചേച്ചി ഇവരിലൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരോടാ ചേച്ചി? ദാസേട്ടൻ പ്രധാനമായിട്ടും, പിന്നെയാണ് എം ജയന്ദ്രൻ സാർ. ദാസേട്ടൻ അത്ര ഒരു ആത്മബന്ധമാണ്. അതെ അതെ. അദ്ദേഹത്തെ പറ്റിയിട്ട് ഒന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി വിത്ത് ദാസേട്ടൻ. ദാസേട്ടനായിട്ട് ഗുരുദക്ഷിണ സമർപ്പിച്ചതും ചെന്നൈയില് ദാസേട്ടന്റെ വീട്ടിൽ പോയി, ദാസേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്, അമേരിക്കയിൽ പോയപ്പോൾ ഡാലസിൽ പോയി, പിന്നെ ദാസേട്ടൻ ആദ്യമായിട്ട് തിരുവയ്യാറ് ഗായത്രി വീണ വായിക്കാനുള്ള അവസരം നൽകി, ബാംഗ്ലൂർ പ്രോഗ്രാം നൽകി. അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ഇപ്പൊ ആ സംഗീതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പോഴും വിളിക്കാറുണ്ട്, മ്യാവ് പറയാറുണ്ട്. ആണോ? ഈ ഒരു മ്യാവ് ഒരു കോഡ് ലാംഗ്വേജ് ആണോ നിങ്ങളുടെ? അതെ, ജയേന്ദ്ര സാറ് പറയും, ദാസേട്ടൻ പറയും, എല്ലാരും പഠിപ്പിച്ചു. അതെ. ചേച്ചി എന്നിട്ട് മധുവണ്ണനും മധുബാലകൃഷ്ണനും മധുചേട്ടനുമായിട്ടേ, മധുബാലകൃഷ്ണൻ സംഗീതത്തിലൂടെയാണ്, ജയേന്ദ്ര സാറുമായിട്ടൊക്കെ ആണെങ്കിലും സംഗീതത്തിലൂടെ ഞാവ് പറയും മധുവണ്ണൻ. പറഞ്ഞു വരും. അങ്ങനെയാണ് നിങ്ങളും ഞാൻ പറയുന്നത് അല്ലേ? എന്തായാലും ഇത്രയും ഒക്കെ കളിച്ച് ചിരിച്ച് നിൽക്കുകയാണെങ്കിലും ചേച്ചിയുടെ ലൈഫിൽ ചേച്ചിയുടെ ഒരു ബോൾഡ്നെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി. ഇഷ്ടപ്പെട്ടില്ലേ? അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അതായത് എനിക്കിത് റൈറ്റ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിയാനുള്ള ചേച്ചിയുടെ ഒരു ഗട്സ്, അത് ആ ഒരു സ്ട്രെങ്ത് എവിടെ നിന്നാണ്? ചേച്ചിയുടെ അച്ഛൻ സ്ട്രോങ് ആണോ, അമ്മ സ്ട്രോങ് ആണോ, അതോ ചേച്ചി വിത്തിൻ തന്നെ ഉള്ളിൽ എനിക്കിത് പറ്റത്തില്ല? പണ്ടേ ഉണ്ട്, എനിക്ക് തന്നെ ഉണ്ട് പണ്ട് മുതൽ. പിന്നെ അച്ഛനും അതിന് കൂടെ നിൽക്കൂട്ടാ. അച്ഛനും പറയും, നിനക്ക് ഉചിതമെന്ന് തോന്നുന്നത് തീരുമാനിക്കുക, നീ ആലോചിച്ച് തീരുമാനിക്കാൻ പറയും. അവരാണ് ദ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടേഴ്സ്. എത്ര ഒരു സെറ്റ് ബാക്സ് ലൈഫിൽ വന്നു കഴിഞ്ഞാലും അല്ലേ? അതെ, കൂടെ നിൽക്കുന്നത്. വീണ് പോകും എന്ന് തോന്നും, പക്ഷെ നമ്മൾ വീഴത്തില്ല. നമ്മള് പൂച്ചയാണ്, 4 കാലയിൽ. അതെ, ലാൻഡ് ചെയ്യും ഞാനെന്ന്. ഓക്കെ, ചേച്ചിയുടെ പേഴ്സണൽ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളായാലും ഒരു ഓപ്പൺ ബുക്ക് പോലെ ചേച്ചി, അതായത് ഒരു ഒളിമറ ഇല്ല. ഓക്കെ, എനിക്ക് എന്റെ ലൈഫിൽ ഇത് സംഭവിച്ചു, എന്താണേലും ഇത് ആ തീരുമാനം ശരിയായില്ല, ഞാൻ അതിൽ നിന്ന് പിന്മാറി. ആ ഒരു ഗട്സ് ചേച്ചിക്ക് പബ്ലിക്കിനോട് എനിക്കിത് പറയണം. ചേച്ചി അത്രയേറെ സ്നേഹിക്കുന്ന ജനങ്ങളായതുകൊണ്ടാണ് ചേച്ചിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുള്ളത്. അതെ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. അതാണ് കാര്യം. ഓക്കെ, എന്തായാലും നമുക്ക് ചേച്ചിയുടെ ഒരു പാട്ട് കൂടി നമുക്കൊന്ന് കേട്ടാലോ ചേച്ചി? ഏതാണോ? എനിക്ക് ചേച്ചി തെറിയില് പാടിയിട്ടുള്ള ആ ഒരു ഭാഗം, എൻ ജീവനിലെ ഇടയില് സംസ്കൃത പോഷൻ, അത് ഭയങ്കര, അതെങ്ങനെയാ ചേച്ചി അതിന്റെ ഒരു ജേർണി വന്നത്? അത് പാടാൻ ചേച്ചി എത്തിച്ചേർന്നത് എങ്ങനെയായിരുന്നു? അത് ജി വി പ്രകാശ് സാറാണ് എല്ലാ അവസരം നൽകിയത്. ചെന്നൈ പോയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു, യാദൃശ്യമായിട്ടൊന്ന് പോയതാ, വെറുതെ ഒന്ന് പോയി. ചെന്നൈയിൽ എൻ്റെ അമ്മയുടെ അനിയത്തിയും ചേച്ചി അമ്മാവൻ ഒക്കെ അവിടെയുണ്ട്. പോയപ്പോഴേക്കും ഈ സംഭവം വന്നപ്പോഴത്തേക്കും സംസ്കൃത പോഷൻ ഒരു ത്യാഗരാജൻ സാറാണ് പഠിപ്പിച്ചു തന്നത് അവിടെ വെച്ച് തന്നെ. അപ്പൊ അതൊക്കെ പാടി. അപ്പൊ നമുക്കതൊന്ന് പാടിയാലോ? ഉഭയ കുശല ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര ശൃംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗസുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ മമ തവ സതി സമദശതമുദമന ശുഭ സുമനലൈവ സുസുത സഹിത കാമം വിരഹരഹിത ഭാവം ആനന്ദഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാർത്ഥസിദ്ധിം കാമയേ. അടിപൊളി, സൂപ്പർ. താങ്ക് യു. എനിക്ക് ചേച്ചി ആക്ച്വലി ഇപ്പൊ ഇത് സംസ്കൃതത്തിലുള്ള ഒരു എന്താ ചേച്ചി ഇതിനെ പറയുന്നത് എക്സാക്ട്ലി? ഒരു എന്താണ് വിവാഹ സമയത്ത് പാടുന്ന ഒരു സംഭവമാണ്. ആണ്. അപ്പം ഇതായാലും ഇനിയിപ്പം നമ്മുടെ വടക്കൻ സെൽഫിയിലെ കൈക്കോട്ടും കണ്ടിട്ടില്ലേ, അങ്ങനെയുള്ള തമാശ പാട്ടുകളും ഉണ്ട്. അപ്പം ചേച്ചിയുടെ വോയിസ് ലൈക്ക് ഏത് ജോണറും സ്യൂട്ട് ആകും എന്നുള്ളൊരു ഇതാണ്. പക്ഷെ ഇത് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു സൗണ്ടാ ചേച്ചിയുടെ അല്ലേ? അപ്പൊ ചേച്ചിക്ക് കരിയറിലേക്ക് തുടങ്ങാൻ സമയം ഈ ഒരു വോയിസിനെ ഓർത്തിട്ട് ചേച്ചിക്ക് എന്തായിരുന്നു, ഒരു കോൺഫിഡൻസ് ആയിരുന്നോ, അതോ എല്ലാവർക്കും ആ സമയത്ത് വളരെ ഒരു ഫീമെയിൽ കൈൻഡ് ഓഫ് ഒരു സൗണ്ട് ആണല്ലോ ഫീമെയിൽ സിംഗേഴ്സിന് ഉണ്ടായിരുന്നത്? അപ്പൊ ചേച്ചിയുടെ ഒരു കോൺഫിഡൻസ് എങ്ങനെയായിരുന്നു അബൌട്ട് യുവർ ഓൺ സൗണ്ട്? അത് ഞാൻ ഒറിജിനൽ ശബ്ദത്തിന് അച്ഛനും അമ്മയൊക്കെ എപ്പോഴും സാധകം ചെയ്യിക്കുമായിരുന്നു. സാധകം ചെയ്യുമ്പോഴും പറയും ഓപ്പൺ ആയിട്ട് തന്നെ പാടി ശീലിക്കണം, ഒറിജിനൽ വോയിസിൽ തന്നെ, അത് കുറുക്ക് വഴികളൊന്നും ഇല്ലാതെ. പിന്നെ ഇപ്പം ഇപ്പം ഹൈ പിച്ചൊക്കെ ആണെങ്കിൽ അങ്ങനെ പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്, ഫോൾസ് വോയിസിലും പാടേണ്ടി വന്നിട്ടുണ്ട്. അതിപ്പോഴാണേ. ചേച്ചിക്ക് പേഴ്സണലി ഫേവറേറ്റ് ഇപ്പം കർണാട്ടിക് മ്യൂസിക് പാടുന്നതാണോ അതോ? ആണ്, അതാണ് പ്രധാനം. എന്നിട്ടേ ഉള്ളൂ സിനിമാ ഗാനങ്ങളൊക്കെ.
ആണ്. അപ്പൊ വേദികൾ കച്ചേരികൾ നടത്തുന്നതാണോ ചേച്ചി ഇഷ്ടം? അതാണ് ഒന്നുകൂടെ, അതാണ് ഏറ്റവും ഇഷ്ടം. അതിൽ നിന്ന് കിട്ടുന്ന ഒരു രസത്തെ പറ്റി ഒരുപാട് മ്യൂസിഷ്യൻസ് പറഞ്ഞു പറയാൻ ശരിയാണ്. ഈശ്വരനിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും കർണാട്ടിക് മ്യൂസിക്കിലൂടെ, ശുദ്ധ സംഗീതത്തിലൂടെ. അതായത് കുറച്ച് കച്ചേരി പാടുമ്പോൾ തന്നെ സിനിമാ ഗാനങ്ങൾ പാടാനായിട്ട് ആവശ്യപ്പെടും. എന്നാലും ഞാൻ പറയും 1 മണിക്കൂർ എന്തായാലും ശാസ്ത്രീയ സംഗീതത്തിൽ പാടിയതിനു ശേഷം സിനിമാ ഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, സിനിമാ ഗാനങ്ങളൊക്കെ പാടുന്നതാണ്. എല്ലാവരും ക്ഷമയോടെ ഇരിക്കാൻ പറയും. അതുകൊണ്ടാ ഇരിക്കുന്നത്. എന്താ പറയാ, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അല്ലേ, ഗായത്രി വീണയ്ക്ക് വേണ്ടിയിട്ട് 6.5 മണിക്കൂർ വായിച്ചു. റെക്കോർഡ് ലഭിച്ചു. ഡോക്ടറേറ്റ് 2017 ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി USA. അങ്ങനെയാണ് ഡോക്ടറേറ്റ് നൽകി അവർ ആദരിച്ചത്. കസു നന്നായി വായിക്കും അല്ലേ? മലയാളി ഫ്രം ഇന്ത്യയിൽ ചേച്ചിയാണോ വായിച്ചിട്ടുള്ളത്? അതെ അതെ, ഞാനാ വായിച്ചിരിക്കണം. അപ്പം എന്തായാലും ഈ ജിങ്കണമണീന്റെ ഇൻട്രോയില് കേൾക്കുന്ന ഒരു ഇതാണ് കേട്ടോ അത് തന്നെ. അതെ, അപ്പൊ നമുക്ക് എന്തായാലും എന്നാ അതൊന്ന് കേട്ടാലോ ചേച്ചി? ആയിക്കോട്ടെ. താങ്ക് യു. നല്ല സൗണ്ട് അല്ലേ? ജീവിതത്തില് ഓരോ സെറ്റ് ബാക്സ് വരുമ്പോ ചേച്ചി ആ ഒരു വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേക്കാൻ ഇപ്പൊ സംഗീതം ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. സംഗീതമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദാസേട്ടന്റെ ബാലമുരളി സാർ ഫോണിലൂടെയും പിന്നെ നേരിട്ട് സാറിന്റെ വീട്ടിലും പോയിട്ടുണ്ട് കേട്ടോ. ബാലമുരളി കൃഷ്ണ സാറിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ബാലമുരളി സാറിന്റെ ഫാനായ സാറിന്റെ കൃതികൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കച്ചേരിക്കാൻ പാടായിരിക്കില്ല, എന്തെങ്കിലും ഒന്ന് പാടും. സാറിന്റെ കടുത്ത് ആരാധികയാണ്. സാർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ഫോണിലൂടെ ആണെങ്കിലും പറഞ്ഞു തരുമായിരുന്നു. പാവം, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഇപ്പൊ ഒരുപാട് ലെജൻസിന്റെ കൂടെ ചേച്ചി വർക്ക് ചെയ്ത കാര്യം പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ ആയിട്ടുള്ള എന്താ ചേച്ചി SP ബാലസുബ്രഹ്മണ്യം സാർ, SPB സാറിന്റെ ഒപ്പം ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇവരുടെ ഒക്കെ ഒപ്പം നിൽക്കുകയാണെങ്കിലും ചേച്ചി ഭയങ്കര ഫ്രീ ആണ്. അതായത് ഭയങ്കര കോൺഫിഡൻസോട് കൂടി തമാശ പറഞ്ഞ് അവരെയും ചിരിപ്പിച്ചിട്ടൊക്കെയാ ചേച്ചി നിൽക്കുക. ചേച്ചിക്ക് സത്യത്തിൽ ഒരു ടെൻഷനോ പേടിയോ ഒന്നും തോന്നില്ല ഇത്ര വലിയ ലെജൻസിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോ? ഒന്നും തോന്നാറില്ല. ഞാൻ ചെറുതായിട്ടൊരു ബൈക്ക് ക്ലബ്ബ് എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട്. വൈക്കം വിജയലക്ഷ്മിക്ക് എവിടെ നിന്നാണ് ഇത്ര കോൺഫിഡൻസ്? അത് അച്ഛനും അമ്മയൊക്കെ ജനങ്ങളൊക്കെ തരുന്നതല്ലേ. അയ്യോടാ, അവര് തരുന്ന ആ ഒരു സ്നേഹത്തിന്റെ ഭാഷ പറയാം അല്ലേ? അതെ, എന്നാലും പിന്നെ ലെജൻസിന്റെ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ദാസേട്ടന്റെ ഒക്കെ പാടാൻ പേടി എപ്പോഴും എനിക്ക് പേടിയാ. ആദ്യ ഗുരുവാണ്, ഇത്രയും കമ്പനിയാണ്, എന്നാലും ഒരു പേടിയാ. എവിടെയോ ഒരു ഭയം, മ്ലാനത അല്ല വൈക്ലഭ്യം. ഓക്കെ, സംഗീതം അല്ലാതെ എന്തൊക്കെയാ ചേച്ചിയുടെ ഇൻട്രസ്റ്റ്? ഇതൊക്കെ തന്നെ, നമ്മുടെ മിമിക്രിയും കോമഡിയും കേൾക്കുക, പിന്നെ പൂമാല കെട്ടുക, ചെമ്പരത്തി പൂമാല, തുളസി പൂമാല, അതൊക്കെയാണ് ചേച്ചിയുടെ ഇഷ്ടങ്ങൾ. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ചിരിക്കുടുക്കയായിട്ടുള്ള വിജയേച്ചി, എന്തോ താങ്ക് യു വേണ്ടിട്ട് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതില്. ഞങ്ങളും താങ്ക് യു പറയുന്നു. സൈന സൗത്ത് പ്ലസ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതെ, നമസ്കാരം. താഴെ കുറെ ഞാൻ പറഞ്ഞില്ലേ അവാർഡ് വെച്ചിരിക്കുന്ന ഒരു മുറി തന്നെയുണ്ട്. ക്വിക്കായിട്ട് ഞാൻ ചേച്ചി എടുത്ത് വെക്കുക, എത്ര അവാർഡ്സ് മൊത്തത്തിൽ വീട്ടിലുണ്ടാകും? ആയിരക്കണക്കിന് അവാർഡുകൾ ഉണ്ടാകും. ഉണ്ടാകും. അതുപോലെ തന്നെ കുറെ സിനിമാ നടന്മാരുടെ ഒപ്പം, കവിയൂർ പൊന്നമ്മ ചേച്ചി, ബീന ആന്റണി, ക്യാപ്റ്റൻ രാജു സാറ്, ലാലേട്ടൻ, മമ്മൂക്ക, ഇവരൊക്കെ ഒപ്പമുള്ള പിക്ചേഴ്സ് ഉണ്ട്. അതെ, അവര് മമ്മൂക്കയോടെ വന്നിട്ടില്ല, മമ്മൂക്കയുടെ അനിയൻ വന്നിട്ടുണ്ട്, ലാലേട്ടൻ വന്നിട്ടില്ല. രാജു സാർ, ക്യാപ്റ്റൻ രാജു സാർ, കവിയൂർ പൊന്നമ്മ ചേച്ചി, ലളിതമ്മ, ബീന ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. ജയസൂര്യ ചേട്ടൻ വന്ന്. അപ്പൊ അങ്ങനെ വളരെ അനുഗ്രഹീതയായിട്ടുള്ള ഒരു കലാകാരി എന്ന് എനിക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം. വിജയദശമിയുടെ അന്ന് ജനിച്ച, എന്താ പറയാ, സരസ്വതി ഇങ്ങനെ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു കലാകാരിയാണ്. എന്നും ഇതേപോലെ സന്തോഷായിട്ടിരിക്കട്ടെ. താങ്ക് യു. പിന്നെ സുരേഷ് ഗോപി ചേട്ടന്റെ സിനിമയിലൊക്കെ പാടിയായിരുന്നു കേട്ടോ. അതെ, സുരേഷ് ഗോപി ചേട്ടൻ ഉർവശി ചേച്ചിയുടെ സിനിമയിൽ പാടി. സുരേഷ് ഗോപി ചേട്ടന്റെ JSK, പിന്നെ ഉർവശി ചേച്ചിയുടെ ജഗദമ്മ 7ാം ക്ലാസ് B സ്റ്റേറ്റ് ഫസ്റ്റ്, അതിൽ പാടി.
അവന് ഒരുമ്പെട്ടവൻ, ജാഫർ കിട, അങ്ങനെ തോനെയൊന്നും പാടിയായിരുന്നു. ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അതല്ലേ അടിപൊളി. അപ്പൊ ഇതൊക്കെയാണ് അപ്കമിങ് പ്രോജക്ട്സ്. നമുക്ക് പാട്ടിലേക്ക് പോയാലോ ചേച്ചി? ആയിക്കോട്ടെ. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ തേൻ നിറഞ്ഞു, ആകെ തേൻ നിറഞ്ഞു. ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ, മീനത്തി വെയിലിൻ ചൂടിൽ തണുതണെ തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. അയ്യോ, എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ. കുഴപ്പമില്ലായിരുന്നില്ല. ആണോ? താങ്ക് യു. നന്നായിരുന്നില്ല, നന്നായിരുന്നു കേട്ടാ. ശരിക്കും നന്നായിരുന്നോ? ആ സത്യം. താങ്ക് യു, താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു. നല്ല സൗണ്ട് അല്ലേ? നല്ല സൗണ്ടാണ്. താങ്ക് യു. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്.